തെക്കുള്ളവർക്ക് വേദപാണ്ഡിത്യം കുറവാണെന്ന് പറഞ്ഞിരുന്ന ചില വടക്കൻ പണ്ഡിതരുടെ തെറ്റിദ്ധാരണ മാറ്റിയ കഴിഞ്ഞ 282 വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ശ്രീ പത്മനാഭസ്വാമിയുടെ 47-ാം മുറജപം ഈ വരുന്ന മകരശീവേലിയോടും ലക്ഷദ്വീപത്തോടും അടുത്ത 6 വർഷത്തേക്കായി പരിസമാപ്തിയിലെത്തുകയാണ്. 1744 ജൂലൈയിൽ മഹാരാജാവ് മാർത്താണ്ഡവർമ്മ ആരംഭിച്ച ഒരു യജ്ഞമാണ് മുറജപം. തിരുവിതാംകൂർ കാക്കുന്ന ശ്രീ പത്മനാഭസ്വാമിയെ പ്രീതിപ്പെടുത്താനായും രാജ്യത്ത് അഭിവൃദ്ധി ഉണ്ടാകാനുമായിരുന്നു മുറജപം നടത്തിയത്. 4 വേദങ്ങൾ, മന്ത്രങ്ങൾ, സഹസ്രനാമം എന്നീ ജപങ്ങൾ 8 ദിവസം വീതമുള്ള 7 മുറകളിലായി പാരായണ വ്യവസ്ഥയിൽ ചിട്ടപ്പെടുത്തി 56 ദിവസങ്ങളിൽ രാവിലകളിൽ ജപിക്കുന്നു. ഇതുകൂടാതെ 48 ദിവസം സായാഹ്നങ്ങളിൽ ജലജപവും മുറജപത്തിൽ നടത്തുന്നു. ഓരോ മുറ സമാപിക്കുമ്പോഴും ഗംഭീരമായ വാഹനങ്ങളിൽ, അതായത് പല്ലക്കുകളിൽ ശ്രീ പത്മനാഭന്റെയും ശ്രീ നരസിംഹമൂർത്തിയുടെയും തിരുവമ്പാടി ശ്രീകൃഷ്ണന്റെയും ഉത്സവ വിഗ്രഹങ്ങൾ കൊണ്ടുള്ള മുറശീവേലിയും നടത്തും. ലക്ഷദ്വീപ ദിനത്തിൽ വൈകുന്നേരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ദീപാലങ്കാരത്താൽ നിറയും. വൈകുന്നേരത്തെ ദീപാരാധനയ്ക്ക് ശേഷം രാത്രി 8:30 ആരംഭിക്കുന്ന മകരശീവേലിയിൽ ഗരുഡ വാഹനത്തിൽ ശ്രീ പത്മനാഭസ്വാമിയും നരസിംഹമൂർത്തിയും ശ്രീകൃഷ്ണസ്വാമിയും എഴുന്നള്ളി ഭക്തർക്ക് ദർശനം നൽകും. ആ ദീപപ്രഭയിൽ കാണുന്ന കാഴ്ച ഭൂലോക വൈകുണ്ഠ ദർശനമാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഇനി അത് കാണാൻ സാധിക്കാത്ത വിശ്വാസികൾക്ക് ഈ ദിവസം നിർദീപം തെളിയിച്ച് ആ ചൈതന്യം ഉൾക്കൊള്ളാമെന്ന് ക്ഷേത്രം ആഹ്വാനം ചെയ്തിട്ടുണ്ട്.